ജോണാട്ടെ ഇപ്പോൾ വലിയൊരു വിമർശനം വിവാദം വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ മൊത്തം തരംഗമാണ്. ജസ്റ്റിസ് ഫോർ ആസിഫ് അലി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന പല ആൾക്കാരും ആസിഫ് അലിയെ ഒരു വേദിയിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടിരിക്കുകയാണ്. ആസിഫ് അലി രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരന് ഒരു മൊമെൻറ്റോ നൽകാനായിട്ട് വന്നപ്പോൾ രമേശ് നാരായണൻ ആസിഫ് അലിയോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ജയരാജിനെ വിളിച്ച് ആ മൊമെൻറ്റോ കൈപ്പറ്റിയിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള സമൂഹത്തിൽ ട്രോളുകൾക്ക് പുറമെ വിമർശനങ്ങൾക്കും രമേശ് നാരായണൻ പാത്രമായിരിക്കുകയാണ്. എന്താണ് ഈ രമേശ് നാരായണൻ ഇങ്ങനെ കാണിക്കുന്നത്? ഇയാൾ ഇത് ആദ്യമായിട്ടല്ല, നേരത്തെ ഇപ്പോൾ ആസിഫ് അലി ആണെങ്കിൽ നേരത്തെ പുള്ളിക്കാരൻ പൃഥ്വിരാജിൻ്റെ മെക്കിട്ട് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ എന്താ പറയുക, ഈ അവസരങ്ങൾ കിട്ടാത്തതിലുള്ള ഫ്രസ്ട്രേഷനാണോ ഇത്? വലിയ ഗായകനാണെന്നാണ് പറയുന്നത്. അദ്ദേഹം വലിയ ഗായകനാണ്, സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെ അതെ, ഒരു റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ടായിരുന്നു കുട്ടി. ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കയറി വരുന്നത്. അതെ. അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ അത്രയും പ്രാവീണ്യമുള്ള ആളാണ്. സിംഹത്തിൻ്റെ മടയിൽ പോയി പഠിച്ചതാണ്. അതെ. ഇന്ന് നമ്മൾ കണ്ടത്, ഈ വീഡിയോ വൈറലായിട്ടുണ്ട്, നമ്മൾ കണ്ടത് ആസിഫ് അലി യഥാർത്ഥത്തിൽ അവിടെ ഒന്നും അല്ലാതായിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ അങ്ങനെ അപമാനിക്കാൻ ആസിഫ് അലിയുടെ കൂടെ നിൽക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ലെന്നല്ല, അത് ചെയ്തത് തെറ്റായിപ്പോയി, വളരെ മോശമായിപ്പോയി. കാരണം അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറയും. നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും ആസിഫ് അലിയുടെ മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറയുന്നു. മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഈ മൊമെൻറ്റോ ജയരാജനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. വെച്ചു കൊടുത്തിട്ട് ഇതെനിക്ക് തിരിച്ചു തരാൻ പുള്ളിക്കാരൻ ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? അദ്ദേഹം അത് ന്യായീകരണമായിട്ട് വന്നിട്ട് ന്യായീകരണം പറയുന്നത് ആർക്ക് മൊമെന്റോ കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ വീഡിയോ കണ്ട എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ആസിഫ് അലിയോട് അങ്ങ് മാറി നിൽക്കാൻ പറയുന്നു, മൊമെന്റോ വാങ്ങിക്കുന്നു, പുള്ളിക്കാരൻ ജയരാജന് കൊടുക്കുന്നു, എന്റെ കയ്യിൽ വെച്ച് തരാൻ പറയുന്നു. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ആർക്ക് മൊമെന്റോ കൊടുക്കണമെന്ന് എനിക്ക് വ്യക്തമായില്ല. അദ്ദേഹത്തിന്റെ പേര് വിളിച്ചത് തെറ്റിച്ചാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹത്തിന് തന്നെയാണോ ക്ഷണിക്കുന്നത് മനസ്സിലായില്ല. അദ്ദേഹത്തിന് ക്ഷണം ഉണ്ടായില്ല, വേദിയിലേക്ക് ക്ഷണം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാം. പക്ഷേ അതെന്തൊക്കെ തന്നെ ആയാലും ഒരാളെ അദ്ദേഹമല്ലല്ലോ ക്ഷണിക്കുന്നത്. സംഘാടകർ ക്ഷണിക്കുമ്പോൾ അത് ആസിഫ് അലി എന്ന് പറയുന്ന, ആസിഫ് അലി എന്തൊക്കെ പറഞ്ഞാലും മലയാളത്തിൽ അറിയപ്പെടുന്ന നടനാണ്. അറിയപ്പെടുന്ന നടൻ മാത്രമല്ല, ആസിഫ് അലി കുറച്ചു കാലമായിട്ട് ആസിഫ് അലി കുറെ ഹിറ്റില്ലായിരുന്നു. ഹിറ്റില്ലാതെ ഇപ്പൊ തലവൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു സിനിമ ആസിഫ് അലി ചെയ്തു. ആസിഫ് അലി ജിസ്റ്റോയ് ആണ് ആസിഫ് അലിയുടെ സ്ഥിരം വേട്ടമൃഗം. ആസിഫ് അലിയും ജിസ്റ്റോയും കൂടെയാണ് നിരന്തരം പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല സിനിമകളാണ്. ഞാൻ എല്ലാ തിയേറ്ററിൽ പോയി കാണാറുണ്ട് ആസിഫ് അലിയുടെ പടം. ആസിഫ് അലിയുടെ കെട്ടിയോളാണ് എൻ്റെ മാലാഖയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവികളാണ്. ഇപ്പൊ തലവൻ എന്ന് പറഞ്ഞ പടം ഇറങ്ങി. അതെന്ത് ഗംഭീര ത്രില്ലറാണ്. മറ്റേ ബിജു മേനോൻ അടിപൊളി പടം. അത് ആണ് ആസിഫ് അലിക്ക് ഈയിടെയായിട്ട് ഇത്ര ഒരു രസകരമായിട്ട് കിട്ടിയ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് ആസിഫ് അലി വലിയ രീതിയിൽ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആസിഫ് അലി ഒന്നും പിറകിലോട്ട് പോയിട്ടില്ല. ആസ് ആൻ ആർട്ടിസ്റ്റ് ആസിഫ് അലി ഗംഭീര നടനാണ്. ഈ കെട്ടിയോളാണ് എൻ്റെ മാലാഖ സിനിമയിൽ ക്ലൈമാക്സിൽ വിൻസിയോ അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ പേര്. അതിൽ ആ പുള്ളിക്കാരിയോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. എന്ത് രസകരമായിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. പല ആൾക്കാരും കൂടുതൽ മനസ്സിലാക്കാത്ത ഒരു ആക്ടറാണ് ആസിഫ് അലി. ഗംഭീരമായിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആക്ടറെ ഇങ്ങനെ അപമാനിച്ച് വിടുന്നത് പ്രതിഷേധാർഹം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു വേറൊരു ഘടകമുള്ളത്, ഇദ്ദേഹം രമേശ് നാരായണൻ എന്ന് പറഞ്ഞ സാമാന്യമായ പ്രതിഭയാണ് സംഗീതത്തിൽ. ഈ പ്രതിഭകൾക്ക് വലിയൊരു കുഴപ്പമുണ്ട്. അവർ മറ്റുള്ളവരെ അംഗീകരിക്കാൻ, അതായത് തന്നേക്കാൾ താഴെയാണ് ഇയാളെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് തോന്നിക്കാണുമായിരിക്കും. ഒരു നടൻ ഇയാളെ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. മമ്മൂട്ടി മോഹൻലാൽ ഓക്കെ ഞാൻ വാങ്ങിച്ചോളാം. പക്ഷേ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് മോഹൻലാലും വരെ വാങ്ങിക്കുന്നു. അപ്പോ സത്യം പറയട്ടെ, ഇയാള് സാമാന്യ ജനത്തിന് അറിയാമോ രമേശ് നാരായണനാണോ ആസിഫ് അലി ആണോ അറിയാവുന്ന ചോദിച്ചാൽ? ഇവിടെ കാര്യം ചോദിക്കട്ടെ ചേട്ടനോട്. എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു. എസ് പി ബാലസുബ്രഹ്മണ്യം മഹാഗായകൻ. പുള്ളിയുടെ എളിമ കണ്ടിട്ടുണ്ടോ? ജാനകി അമ്മയുടെ എളിമ കണ്ടിട്ടുണ്ടോ? KS ചിത്രയുടെ എളിമ. ഇവരെയൊക്കെ കാട്ടിലും വലിയ ആളാണോ ഇയാള്? ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സിംഹത്തിന്റെ മടയിൽ പോയി പഠിച്ചെങ്കിൽ പുള്ളിയുടെ കൈ വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ് നാട്ടുകാരെ ഇയാളുടെ ജാടയും മുടയും ഒന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കും തോന്നുന്നത് നേരത്തെ തനിഷ് ചോദിച്ച പോലെ അവസരങ്ങൾ കിട്ടാതെ വരുന്നതിൻ്റെ ഒരു പ്രശ്നം കാണുമായിരിക്കും. പിന്നെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് വേറെ കാര്യമുണ്ട്. ഈ സംഭവത്തോടു കൂടി വീണ്ടും രമേശ് നാരായണൻ പിക്ചറിലേക്ക് വരികയാണെങ്കിലും നല്ലൊരു ഇമേജിലല്ലോ വരുന്നത്. വളരെ മോശം ഇമേജ്. നല്ല ഇമേജ്. സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഗീതത്തിൽ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും തോറും നമുക്ക് വിനയം കൂടുമെന്നാണ് പറയുന്നത്. ഇത് വിനയമല്ലല്ലോ, ഇത് അഹംഭാവം. ഭയങ്കര അഹംഭാവം. നേരത്തെ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പുള്ളിക്കാരൻ ചെയ്യുന്ന മേഘമൽഹാറിലാണ് പുള്ളി. ആ സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ ഒരു മനുഷ്യ അറിയില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ
ഈ പൃഥ്വിരാജിനെതിരെ ഇയാൾ ഒരിക്കൽ രംഗത്തെത്തിയിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന് നിന്റെ മൊയ്തിയിൽ ഞാൻ ചെയ്ത എന്തോ 5 പാട്ടിൽ 2 പാട്ടേ വച്ചോളെന്നോ 1 പാട്ടേ കൊടുത്തോളെന്നോ പൃഥ്വിരാജിന്റെ നിർദ്ദേശപ്രകാരമാണെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ വലിയ രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. പുള്ളി ബേസിക്കലി ഫ്രസ്ട്രേറ്റഡ് ആണ്. അതാണ് പുള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞത്. അല്ലേ, അതിനകത്ത് ഏത് പാട്ട് വെക്കണം ഏത് പാട്ട് വെക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു സിനിമയുടെ സംവിധായകനാണ് തീരുമാനിക്കുന്നത്. നമുക്ക് പാട്ട് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ സംഗീതം ചെയ്തു കൊടുക്കുക, അതായത് ഏത് വെക്കണം. ഇപ്പം യേശുദാസ് പോലും പാടിയ പാട്ട് പടങ്ങളിൽ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ 4 വരി മാത്രം കേൾപ്പിച്ചിട്ട് പോയിട്ടുള്ള പടങ്ങളുണ്ട്. അപ്പോൾ യേശുദാസ് എന്നിട്ട് ഒരിക്കൽ പോലും യേശുദാസ് പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ആ പാട്ട് വെച്ചില്ല അല്ലെങ്കിൽ എൻ്റെ 4 വരി മാത്രം. അത് ആ സിനിമയുടെ ടോട്ടാലിറ്റിയെ ബാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്യുക. ഞാൻ ഒരു കാര്യം ജോണേട്ടനോട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെ എന്തൊക്കെ വിമർശനങ്ങളും ആരോപണങ്ങളും ആയിട്ട് രംഗത്തെത്തണം അല്ലേ? ഒരു സിനിമ ചെയ്യുകയാണെന്ന് വെക്കുക. ആ സിനിമ വെക്കുമ്പോൾ ആ സിനിമയിലെ എഡിറ്റർ, ആ സിനിമയിലെ സംഗീത സംവിധായകൻ, ആ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ, ഇവിടെ കലാഭവമണിയൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നിട്ട് പുള്ളിക്കാരൻ്റെ ആശിച്ച് കൊതിച്ച് വന്നത് ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിലാണ്. ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ കലാഭവമണി വന്നിട്ട് എന്ന് പറഞ്ഞാൽ നായകൻ എനിക്കറിയില്ല, ഓട്ടോ ഡ്രൈവറായിട്ട് വരുന്നു, ഈ നായകൻ പുറത്തിറങ്ങുന്നു, എത്രയാണെന്ന് ചോദിക്കുന്നു, പൈസ കൊടുക്കും, പൈസ മാത്രമേ ഉള്ളൂ. ഇത്രയാണ് സീന്. പുള്ളിക്കാരൻ ഓവറായിട്ട് എക്സൈറ്റഡ് ആയി നേരെ ഈ സിനിമ ഇറങ്ങുന്ന ദിവസം വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം തിയേറ്ററിൽ കൊണ്ടുവന്നിട്ട് ആ സീനില്ല. ആ സീനില്ലെന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്ന് കാണിച്ചിട്ടില്ല, ഓട്ടോയുടെ ഫ്രണ്ടിൽ നിന്നാണ്, നായകനല്ലേ ഇവിടെ പ്രാധാന്യം. അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് അയ്യോ എൻ്റെ സീനില്ല അങ്ങനെ കാര്യമുണ്ടോ? ഒരുപാട്. മമ്മൂട്ടി പോലും അദ്ദേഹം ആദ്യമായിട്ട് സത്യന്റെ പടത്തിലാണല്ലോ അദ്ദേഹം അഭിനയിക്കുന്നത്, ഒരു തോണിക്കാരനായിട്ട്. അല്ല അതിനു മുമ്പ് സത്യന്റെ പടത്തിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന പടത്തിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഓടി വരുന്ന കൂട്ടത്തിൽ ഇദ്ദേഹമുണ്ട്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ പോയിട്ട് ആളുകളുടെ അടുത്തൊക്കെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് ഞാൻ ആ പടത്തിലുണ്ട്, അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നപ്പോൾ ഓടി വരുന്നുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ കാല് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ നടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്തും ഞാൻ ഏതോ ഒരു നടന്റെ വായിച്ചു, ആളുകളെയൊക്കെ പുള്ളിയുടെ കാശ് കൊടുത്തിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി. എത്രയോ സിനിമ പാട്ട് സിനിമയിലെ പാട്ടുകൾ ആൾക്കാർ വന്ന് പാടിയിട്ട് പോയതിനു ശേഷം ഇവര് കേൾക്കാൻ വരുമ്പോൾ ആ പാട്ട് സിനിമയിലില്ല. സംവിധായകന്റെ ഒരു അധികാരമാണ്, അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ആ സംഗീതം വേണമെങ്കിൽ അത് വേണം, പൂർണ്ണതയ്ക്ക് വേണ്ടി അത് വേണ്ടെങ്കിൽ വേണ്ട, അത്ര മാത്രമേ ഉള്ളൂ. സംവിധായകന്റെ ഒരു ഇതാണ്. നമ്മുടെ ഇത് ജയചന്ദ്രന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ജയചന്ദ്രനും യേശുദാസും ഭയങ്കര ശത്രുക്കളാണെന്നാണല്ലോ കേൾക്കുന്നത്. ഒരു പറഞ്ഞു വരുത്തിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ. ഈ നമ്മുടെ ആകാശദീപങ്ങൾ സാക്ഷി അറിയാമല്ലോ, ആകാശദീപങ്ങൾ നമ്മുടെ ഏതാ സിനിമ, രാവണപ്രഭു. അത് യേശുദാസിന് ദേശീയ അവാർഡ് കിട്ടിയ പാട്ടാണ്. ആ പാട്ടിൽ ജയചന്ദ്രനാണെങ്കിൽ ഈ പാട്ട് ഈ ഒറിജിനലായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പേ ഈ ദാസേട്ടനെ കേൾപ്പിക്കാനായിട്ട് ഇത് ട്രാക്ക് പാടി വെക്കും. ചിലപ്പം സംഗീത സംവിധായകൻ പാടാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പാടാം. അപ്പോൾ ജയചന്ദ്രൻ പറയാതെ അറിയാതെ എന്ന പാട്ട് പാടിക്കഴിഞ്ഞ ശേഷം സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇത് ട്രാക്ക് പാടാനായിട്ട് ആരും ഇല്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ഈ സംഗീത സംവിധായകൻ ഞാൻ പാടിയാൽ മതി എന്ന് ചോദിച്ചു. അങ്ങനെ ആകാശദീപങ്ങൾ ആദ്യമായിട്ട് പാടുന്നത് ജയചന്ദ്രനാണ് അത് പാടുന്നത്. ജയചന്ദ്രനാണ് പാടിക്കഴിഞ്ഞ ശേഷം പുള്ളിക്കൊന്നും ഒരു ഈഗോയും ഇല്ല, മനസ്സിലല്ലേ? അത് പാടിക്കഴിഞ്ഞ ശേഷം ദാസേട്ടൻ വന്നത് പാടുന്നു, എന്നിട്ട് ദാസേട്ടൻ അങ്ങോട്ട് പോകുന്നു. ഈ ജയചന്ദ്രൻ പാടുന്ന കേട്ടിട്ടാണ് ദാസേട്ടൻ പാടുന്നത്. എന്നിട്ട് ദാസേട്ടൻ നേരെ അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഈ സംഗീത സംവിധായകന് മനസ്സിലെ ഒരു വിഷമം, ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ദാസേട്ടൻ പാടിയ ഒരു വാക്ക് വ്യക്തതയില്ല. ഹൃദയത്തിൽ എന്നുള്ള വാക്കിലെ ഇല്ലിന് വ്യക്തതയില്ല. അപ്പൊ എന്ത് ചെയ്തു? ജയചന്ദ്രൻ പാടിയിൽ നിന്നും ആ ഇല്ല് കട്ട് ചെയ്ത് ഇപ്പുറത്തോട്ടെടുത്തു. ഇന്നും ആ പാട്ട് കേട്ടാൽ ഹൃദയത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ അത് ഇല്ല് വന്നിട്ട് ആരാണ്? ജയചന്ദ്രനാണ്. അപ്പൊ അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇവിടെ പാട്ടുകാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകുന്നത്. അതിന്റെ ഇടയിലാണ് ഈ പുഴുക്കുത്തുകളൊക്കെ വന്ന് വീഴുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് അമരം എന്ന് പറയുന്ന ചിത്രത്തിൽ അത് ചെയ്യുന്ന സമയത്ത് ഈ ഭരതനാണല്ലോ ഡയറക്ടർ. ഭരതനും യേശുദാസും ആ സമയത്ത് എന്തോ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടായി. അങ്ങനെ SP ബാലസുബ്രഹ്മണ്യം ഈ വികാര നൗകയുമായി എന്ന് പറയുന്ന പാട്ട് പാടാൻ അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാൻ തുടങ്ങി. അദ്ദേഹം വന്നു പാടി SP ബാലസുബ്രഹ്മണ്യം പാടിക്കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഈ പാട്ട് ഞാനല്ല പാടേണ്ടത്, അവരെ കൊണ്ട് പാടിക്കണം, ഞാനല്ല ഇത് പാടേണ്ടത്. അപ്പോൾ അതാണ് അത്. അപ്പോൾ അങ്ങനെ യേശുദാസ് വരുന്നു, പാടുന്നു. അതിന്ന് ചരിത്രമാണ് അതിലൊക്കെ. അപ്പോൾ അത് ഈ വലിയ കലാകാരന്മാരൊക്കെ അത്തരത്തിലാണ് ചിന്തിക്കുന്നത്. ഇത് ചെറിയ മനസ്സാണ്. രമേശ് നാരായൺ എന്ന വലിയ പേര്, അതുകൊണ്ടാണ് ഇയാൾ ഒരിടത്ത് എത്താതെ പോയത്. ഇത്രയും ചെറിയ മനസ്സും വലിയ പാണ്ഡിത്യവും പ്രാവീണ്യവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും എത്താതെ പോകുന്നത് എന്നുള്ളത്. ആദ്യം ബേസിക്കലി വേണ്ടത് വിനയമാണ്. പുള്ളിയുടെ ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ന്യായീകരണം. ആസിഫ് അലിയാണ് തനിക്ക് പുരസ്കാരം നൽകുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. അവിടെയുള്ള ശബ്ദം കാരണം
മൈക്കിലൂടെ അനൗൺസ് ചെയ്ത് കൃത്യമായി കേൾക്കാൻ സാധിച്ചില്ല. ജയരാജാണ് എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചത്, പക്ഷേ വേദിയിൽ എല്ലാ സംവിധായകരെയും ക്ഷണിച്ചപ്പോൾ എന്നെ വിളിച്ചില്ല. അത് എന്നിൽ വിഷമം ഉണ്ടാക്കി. എന്നെ തൊട്ടു പിച്ചി മാന്തി വലിയ വലിയ കലാകാരന്മാർ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള മനസ്സ് പുള്ളിക്കില്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? സീരിയസ്ലി നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് അത് നമ്മുടെ പെർസ്പെക്റ്റീവ്. പുള്ളി നോക്കുമ്പോൾ ഞാനൊരു വലിയ മനുഷ്യനാണ്, ഇയാൾ എന്താണ് എന്നെ വിളിക്കാത്തല്ലേ? അല്ല, അങ്ങനെ വിളിച്ചില്ലെങ്കിൽ പോലും പുറത്ത് പറയാൻ പാടില്ല. അതെ, പുറത്ത് പറയാൻ പാടില്ല. നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസമുള്ള ഒരാൾ അങ്ങനെ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേഴ്സണൽ ബിലീഫാണ്. എന്ന് പറഞ്ഞാൽ എന്റെ കഴിവിൽ ഇപ്പം സിനിമാ നടൻ വിജയെ പല വേദികളിലും വിളിച്ചു പിറകിക്കൊണ്ടിരുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലും. ഇന്ന് വിജയ് എവിടെയാണ് നിൽക്കുന്നത്? വിജയ് രജനീകാന്തിന്റെ പൊസിഷൻ പിടിക്കാനായിട്ട് വിജയ് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പൊസിഷനിൽ നിൽക്കുകയാണ് സിനിമാ നടൻ. അതാണ് അവരൊന്നും ആ സമയത്ത് ആരും കുറ്റവും പറഞ്ഞില്ല, കുറവും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ബി വിത്ത് ദ ഫ്ലോ. ലൈഫ് എങ്ങോട്ടാണ് ഒഴുകുന്നത് അങ്ങോട്ടേക്ക് ഒഴുകുക എന്നുള്ള മൈൻഡ് സെറ്റിൽ ഒഴുകിക്കൊണ്ടിരുന്നതാണ്. ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ചില്ല, എനിക്ക് തന്നില്ല, എനിക്ക് എന്റെ പേര് പറഞ്ഞില്ല. ഇനി ചിലപ്പോ ഉണ്ടല്ലോ മറ്റേ ഈ ഷോയൊക്കെ അല്ലേ മറ്റേ ചായയും പഴംപൊരിയും കൊടുക്കണ ഇതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് പഴംപൊരി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടായേക്കാം. അല്ല ധനുഷ്, അങ്ങനാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ പേര് അത് വ്യക്തതയില്ല, ഓക്കെ സമ്മതിച്ചു. പക്ഷെ അപ്പോഴും ഈ മൊമെന്റോ തരാനായിട്ട് ഇപ്പൊ ധനുഷ് എനിക്ക് മൊമെന്റോ തരാനായിട്ട് വരുമ്പോ മുമ്പിൽ വെച്ച് ഒരാൾ അല്ല, ധനുഷാണ് തരാൻ വരുന്നത്, ഞാൻ കാണുകയാണ് ധനുഷ് തരാൻ വരുന്നത്. അപ്പം ഞാൻ കേട്ടില്ല ആരാ എനിക്ക് തരുന്നതെന്ന് കേട്ടില്ല. നമ്മുടെ ശ്യാമാണ് തരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്ന ശ്യാം ബാബു എനിക്ക് തരാൻ പോകുന്നു എന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോഴാണ് ധനുഷ് വരുന്നത്. ധനുഷ് മൊമെന്റോ തരാൻ വരുന്നു. ഈ മൊമെന്റോ തരാൻ വരുന്ന ധനുഷിനെ ഞാൻ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് നീ അങ്ങോട്ട് മാറിയില്ല, നീ എന്നിട്ട് ഇതെടുത്ത് കൈ കൊടുക്കുക, എന്നിട്ട് എനിക്ക് തരാം. അപ്പൊ അത് പുള്ളി മനഃപൂർവ്വം ചെയ്തതാണ്. അതിനകത്ത് ന്യായീകരണത്തിന്റെ ഒരു കാര്യമില്ല. ഇക്കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സംഗീതത്തെയൊക്കെ എനിക്കിഷ്ടമാണ്. ചില പാട്ടുകളൊക്കെ ഇഷ്ടമല്ല തുറന്നങ്ങ് പറഞ്ഞേക്കാം. പിന്നെ ഒരു പ്രാവീണ്യവും കലയിലൊന്നും ഒരു ഇതും ഇല്ലാത്ത അയാൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, എനിക്കൊന്നും ഇഷ്ടമല്ല. കാരണം സംഗീതം എന്ന് പറയുന്ന സാധനം അത് അഭ്യസിക്കുന്ന ആൾക്കാർ നമ്മുടെ സംഗീതം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ക്യാരക്ടർ എല്ലാം ഒരു ഘടകമാണ്. അവരെല്ലാം ഒരു ഘടകമാണ്. കുറച്ച് പാൽപ്പായസം എടുത്തിട്ട് ഒരു ഡ്രെയിനേജ് ഒഴുകുന്ന ഓവുചാലിലൂടെ ഒഴിച്ചു തന്നാൽ ആരെങ്കിലും കുടിക്കുമോ? കുടിക്കത്തില്ലല്ലോ. ഓവിലൂടെയാണ് വരുന്നത്. സംഭവം പാൽപ്പായസം തന്നെയാണ്, അത് വരുന്നത് ഓവിലൂടെയാണ്. അതുകൊണ്ടാണ് നശിച്ചു പോകുക. അതെന്ന് പറഞ്ഞാൽ അത് പൊല്യൂട്ടഡ് ആണ്. അതുപോലെയാണ് ഇപ്പോൾ ആൾക്കാർ. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ കാട്ടിലും എന്താണ് പെർഫോം ചെയ്യുന്ന ആളാണ് വിരാട് കോഹ്ലി എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അത് ഡിബേറ്റിൻ്റെ ഒരു വിഷയമാണ്. പക്ഷേ പുള്ളി എന്തുകൊണ്ടാണ് ഈ കാലത്തും ക്രിക്കറ്റിൻ്റെ ദൈവം എന്നറിയപ്പെടുന്നത്? പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ വേറെ കാര്യമുണ്ട്. ഞാൻ അത് പറയുമ്പോൾ ഈ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. സച്ചിൻ ടെണ്ടുൽക്കർ കളി നിർത്തിയപ്പോൾ ഞാൻ ക്രിക്കറ്റ് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുമായിരുന്നു. ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു. അതായത് നമ്മളെക്കാൾ ചെറിയ പിള്ളേർ ഈ വെക്കേഷൻ വരുന്ന സമയത്ത് വിളിക്കും. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അവന്മാരോട്. സച്ചിൻ കളി നിർത്തിയപ്പോൾ നമ്മൾ നിർത്തി. ഇനി വിരാട് കോഹ്ലി, അതെ, പലരും അങ്ങനെ കളി നിർത്തിയിട്ടുണ്ട്. ക്രിക്കറ്റ് കാണലേ നിർത്തി. ഈ ഇടയ്ക്ക് വേൾഡ് കപ്പ് നടന്നില്ലേ 2020, ഞാൻ ശ്രദ്ധിച്ചത് പോലുമില്ല. സച്ചിൻ നിർത്തിയപ്പോൾ ഞാൻ നിർത്തി. പിന്നെ അതിനകത്ത് ഈ പറയുന്നതിൽ മറ്റൊരു കാര്യങ്ങളുണ്ട്. അന്ന് സച്ചിനൊക്കെ കളിക്കുന്ന സമയത്ത് ഈ ക്രിക്കറ്റിലെ നിയമങ്ങൾ ഈ ബാറ്റർക്ക് അനുകൂലമായിരുന്നില്ല. ഇന്നിപ്പം ബാറ്റ്സ്മാൻ അനുകൂലമായ നിയമങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത് ഇതിഹാസ താരങ്ങളാണ് അന്നത്തെ ബോളേഴ്സ്. ഓരോ ടെക്നോളജിയിൽ ഓരോ അപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ വസീം അക്രം, വക്കാർ യൂനിസ്, ഷുബൈ അക്തർ, ഇങ്ങനെ പറയുന്ന, പിന്നെ ഒരു അഖീബ് ജാവേദ് എന്നൊക്കെ പറയുന്ന ഭയങ്കര തീപ്പന്തം പോലെ. അതുപോലെ വെസ്റ്റ് ഇൻഡീസിന്റെ തീപാറുന്ന പന്തുകൾ എറിയുന്ന വാൾഷ്, കോട്ട്നി വാൾഷ്, അംബ്രോസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അവർക്കെതിരെയാണ് കളിക്കുന്നത്. ഷെയ്ൻ വോണിനെതിരെയാണ് കളിക്കുന്നത്, മുത്തയ്യ മുരളീധരനെതിരെ. അതെല്ലാം ലെജൻസാണ്. ഇവിടെ ഇപ്പം അങ്ങനെ നമുക്ക് ഒരു ബോളറിനോട് ഇഷ്ടം തോന്നുന്ന ബോളേഴ്സ് ഇല്ല. പക്ഷേ ഇപ്പം നമുക്ക് ഈ പറയുന്ന ആളുകളൊക്കെ അത്രയും ലെജൻഡറി ആയിട്ടുള്ള ബോളേഴ്സിനെതിരെയാണ്. ഗ്ലെൻ മക്ഗ്ര എന്ന് പറയുന്ന ബോളർ, ഇവർക്കെതിരെയൊക്കെ കളിച്ചിട്ടാണ് അദ്ദേഹം ഇത്രയും വലിയ പൊസിഷനിൽ എത്തിയത്. ഞാൻ പറഞ്ഞ അതല്ല, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, വലിയ സംഭവം ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് അദ്ദേഹത്തെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. സച്ചിൻ ഇനിയിപ്പോ എത്രയൊക്കെ കളിച്ചില്ലെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് മതി നമുക്ക്, മനസ്സിലായി? ആ ആറ്റിറ്റ്യൂഡ് മാത്രം മതി. അപ്പോൾ ഒരാളുടെ കഴിവ് പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അയാൾക്ക് വിനയം വേണം, അയാൾക്ക് നല്ലൊരു സ്വഭാവ സവിശേഷത വേണം. എല്ലാം SP ബാലസുബ്രഹ്മണ്യം മരിച്ചപ്പോൾ ലോകം മുഴുവൻ വിതുമ്പിയത് എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. ആ വിതുമ്പൽ ഇളയരാജ മരിക്കുമ്പോൾ കിട്ടുമെന്ന് ഞാൻ തോന്നുന്നില്ല. എന്തായിരുന്നാലും പുള്ളിയുടെ സംഗീതമൊക്കെ വേറെ ലെവലാണ്. പക്ഷെ പുള്ളി ഇപ്പോൾ ഒരു പൊതുശല്യമായിട്ട് മാറിയിട്ടുണ്ട്. അത് വേറെ കാര്യം. സീരിയസ്ലി അങ്ങനെ മാറിയിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള
അതായത് രമേശ് നാരായണന്റെ മൂത്ത കക്ഷിയാണ് കക്ഷി പോലെ രമേശ് നാരായണനെ ഒന്ന് കഴിവിന്റെ ബേസിൽ ഇളയരാജ കഴിവിന്റെ അല്ല, ഈ സ്വഭാവത്തിന്റെ കാര്യത്തിൽ രണ്ടും ഒരു തട്ടി തൂങ്ങുമെന്നാണ് എനിക്ക് പൊതുവേദിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. അത് ബേസിക്കലി വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ വലിയ സംഭവമായി എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും രമേശ് നാരായണനോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമുക്ക് എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു വയറിളക്കം വന്നാൽ തീരാന്നുള്ളതേ ഉള്ളൂ മനുഷ്യർ, അത്ര മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ.